ജാതി ജാതകം മൂവി റിവ്യൂ. ഫസ്റ്റ് ജോണർ. 38 വയസ്സും കുറേ ഡിമാൻഡ്സുമുള്ള ഒരു യുവാവിൻ്റെ കല്യാണ ആലോചന, കല്യാണം അങ്ങനെ ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മൂവിയാണ് ഇത്. ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് മൂവി ആയിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സെക്കൻഡ്, ഡയറക്ഷൻ. മൂവിയുടെ ഡയറക്ഷൻ എനിക്ക് അങ്ങനെ വലിയൊരു സെറ്റപ്പായിട്ട് ഫീൽ ചെയ്തില്ല. കാരണം ഇപ്പം ഓരോ സീനുകളാണെങ്കിലും, ഈവൻ കോമഡി സീനാണെങ്കിൽ പോലും നമുക്ക് ആ കോമഡി അങ്ങ് വർക്ക് ആവാത്ത പോലെ, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ചിരിക്കാം എന്നൊരു സെറ്റപ്പിൽ ഫുൾ ആ ഒരു മോഡാണ് എനിക്ക് തോന്നിയത്. ആ ഒരു മൂവി ആയിട്ടൊരു ഫീൽ ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഡയറക്ഷനിൽ തോന്നിയത്. തേർഡ്, സിനിമാറ്റോഗ്രഫി അത്യാവശ്യം നീറ്റായിട്ടാണ് ചെയ്തേക്കുന്നത്. ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്ത് തന്നെ പോയിട്ടുണ്ടായിരുന്നു. ഫോർത്ത്, എഡിറ്റിംഗ്. കഥ ഒരു ലീനിയർ മോഡിലാണ് പോയേക്കുന്നത്. അതുപോലെ തന്നെ അത് മെയിൻറ്റെയിൻ ചെയ്ത ആ ഒരു ഫ്ലോയിൽ തന്നെയാണ് എഡിറ്റിങ്ങും പോയേക്കുന്നത്. ഫിഫ്ത്ത്, മ്യൂസിക് അങ്ങനെ എടുത്തു പറയത്തക്ക വലിയ അങ്ങനെയൊന്നും തോന്നിയില്ല, പക്ഷെങ്കിലും ഓക്കെ ആയിട്ടാണ് സെറ്റ് ചെയ്തേക്കുന്നത്. സിക്സ്, കാസ്റ്റിംഗ്. വിനീത് ശ്രീനിവാസനാണ് മെയിൻ ലീഡിങ് റോൾ ചെയ്തിരിക്കുന്നത്. പക്ഷെ എനിക്ക് എല്ലാം കുറച്ച് ഓവറായിട്ട് ചെയ്ത ഒരു ഫീലാണ് വന്നേ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ കോമഡി ആണെങ്കിലും അതൊന്നും അങ്ങോട്ട് വർക്ക് ആവാത്ത പോലെ എനിക്ക് തോന്നി. ബാക്കി സപ്പോർട്ടിങ് ആർട്ടിസ്റ്റുകളാണെങ്കിലും ആ ഒരു പറഞ്ഞു കൊടുത്തു, അത് ചെയ്തു. ഇതുപോലെ കാണിക്കൂ. ആ ഒരു ഫീലാണ് എനിക്ക് കണ്ടപ്പോൾ തോന്നിയത്. അല്ലാതെ ഇങ്ങനെ സെറ്റ് ചെയ്ത പോലെ തോന്നിയില്ല. കഥ മൊത്തത്തിൽ പറഞ്ഞാൽ ഇപ്പം ഈ മൂവി എങ്ങനെ വൈൻഡപ്പ് ചെയ്യണം എന്നത് ക്ലിയർ അല്ലായിരുന്നോ എന്ന് എനിക്ക് സംശയം തോന്നി കണ്ടോണ്ടിരുന്നപ്പോൾ. കാരണം എൻ്റെ പോർഷനിലോട്ടൊക്കെ വന്നപ്പോഴേക്കും നോക്കി ഇതെന്താ ഉദ്ദേശിച്ച്, മീൻസ് എങ്ങോടെ പോണേ, അങ്ങനെ ഒന്നും ഒരു ക്ലാരിറ്റി ഇല്ലായ്മ, ചുമ്മാ കൊണ്ട് നിർത്തി, അങ്ങനെ ഒരു ഫീൽ എനിക്ക് തോന്നി. മൊത്തത്തിലൊരു അമ്മാവൻ സെറ്റപ്പിലെ കഥ മൊത്തം പോയെന്ന്. അതായത് ഇപ്പം ഒരു പക്ഷേ എനിക്കിനി അവരുടെ ആ ഹ്യൂമർ എൻജോയ് ചെയ്യാൻ പറ്റാത്തത് എൻ്റെ കുഴപ്പം കൊണ്ടാണോ എന്നും അറിയത്തില്ല. പക്ഷെ എനിക്ക് അങ്ങനെയാ തോന്നിയത്, ഒരു അമ്മാവൻ വൈബിൽ മൊത്തം പോയ പോലെ. ഞാൻ റേറ്റ് ചെയ്യുവാണെങ്കിൽ ഒരു 5.6. ഓക്കെ.